ആലംപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഓരോ വർഷവും ഉത്സവം നടക്കും. അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഋഷികളും സന്യാസിമാരും എല്ലാം വരും. ഗ്രാമത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവരും അവരുടെ ബന്ധുക്കളും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരും. ഗ്രാമത്തിലുള്ളവർ ഉത്സവം അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. ജിതേന്ദ്ര പട്ടണത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. അവനും ഉത്സവത്തിനായി ഗ്രാമത്തിലെത്തും. എന്നിട്ട് അവൻ മമ്മിയുടെയും ഡാഡിയുടെയും അനിയത്തിയുടെയും കൂടെ ഉത്സവത്തിൽ പങ്കെടുക്കും. അപ്പ എനിക്ക് ബാറ്റ് വേണോ? മോനെ, അതിന് നിനക്ക് വേറൊരു ബാറ്റ് ഉണ്ടല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെ? 2 ദിവസത്തേക്ക് വന്നതല്ലേ, അതിനുശേഷം അവൻ പോകും. പിന്നെ ഈ വർഷം മുഴുവനും തിരിച്ചു വരില്ല. അവനോട് ദേഷ്യപ്പെടരുത്. ഡാഡി, എനിക്ക് വള വാങ്ങി തരണം. അങ്ങനെയെങ്കിൽ ശരി, നിനക്ക് വളയും അവന് ബാറ്റും, എല്ലാവർക്കും എല്ലാം വാങ്ങിത്തരാം. ജിതേന്ദ്രയുടെ കുടുംബം ഉത്സവം നന്നായി ആഘോഷിച്ചു. അവർ യന്ത്ര ഊഞ്ഞാലിൽ കയറി സവാരി ചെയ്തു, മധുരപലഹാരങ്ങൾ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഒടുവിൽ 2 ദിവസത്തിനു ശേഷം ജിതേന്ദ്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആ ദിവസവും വന്നു. അവൻ പട്ടണത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസം. അവൻ സ്കൂൾ ബാഗ് എടുത്തു, മമ്മിയുടെയും ഡാഡിയുടെയും കാല് തൊട്ട് വന്നിച്ചു. നീ നന്നായി പഠിക്കണം, ഞങ്ങളെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കേണ്ട. മമ്മി ഏങ്ങി കരഞ്ഞു. ജിതേന്ദ്രയും കരഞ്ഞു. അവൻ മമ്മിയെ കെട്ടിപ്പിടിച്ചു. ഡാഡി, ഏട്ടൻ ദിവസവും രാവിലെ പട്ടണത്തിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്നാൽ എത്ര നന്നായിരിക്കുമല്ലേ? മോളെ, ഇവിടുന്ന് സിറ്റിയിലേക്ക് 500 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ഇരുട്ടും. പിന്നെ തിരിച്ചു വരാന്നത് വലിയ ബുദ്ധിമുട്ടാ. അപ്പോൾ അവരുടെ അയൽക്കാരൻ വന്ന് ഡാഡിയോട് പറഞ്ഞു, മെരിജിയേട്ടാ, ചേട്ടൻ അറിയാമോ, ഈ എക്സിബിഷൻ കഴിഞ്ഞാൽ ഉടൻ ഗുരുജി ഹിമാലയത്തിലേക്ക് പോകും. വരൂ, നമുക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാം. ഗുരുജി പോയാ പിന്നെ പറ്റില്ലല്ലോ. ദാ എന്റെ മോനെ ഒന്ന് യാത്ര അയച്ചിട്ട് വരാം. ഒന്ന് വേഗാവട്ടെ. ഗുരുജി പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ജിതേന്ദ്രയോട് പറഞ്ഞു, നിന്നെ കയറ്റിവിടാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. ഡാഡി ജിതേന്ദ്രയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ അയൽക്കാരന്റെ കൂടെ അവിടെ നിന്നും പോയി. ജിതേന്ദ്ര മമ്മിയുടെയും അനിയത്തിയുടെയും കൂടെ ബസ് സ്റ്റാൻഡിലെത്തി. അവൻ ബസ്സിൽ കയറി. ബസ് എടുക്കാൻ താമസമുണ്ടായിരുന്നതുകൊണ്ട് മമ്മിയോടും അനിയത്തിയോടും സംസാരിച്ചു കൊണ്ടിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, ആരോടും വഴക്ക് കൂടരുത്. ഏട്ടാ, അടുത്ത വർഷം വരുമ്പോൾ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവരിക? അത് കേട്ടപ്പോൾ ജിതേന്ദ്രയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. ബസ് പുറപ്പെടാനായി ജിതേന്ദ്ര ഉറക്കെ കരയാൻ തുടങ്ങി. അവൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ ഡാഡി ബസിന്റെ പുറകെ ഓടിക്കൊണ്ടുവരുന്നത് കണ്ടു. അയാളുടെ കയ്യിൽ ഹവായി ചെരുപ്പും ഉണ്ടായിരുന്നു. ജിത്തു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ് പുറപ്പെട്ടു. ഗുരുജി എനിക്ക് 2 ചെരുപ്പുകൾ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മോന് കൊടുക്കാൻ. ഇതിട്ടാ പറന്നു പോകാമത്രേ. പിന്നെ വീട്ടിലേക്ക് പറന്നു വരാൻ സാധിക്കും. ഇനി നീ സിറ്റിയിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല. ജിത്തുവിന് സന്തോഷമായി. അവൻ ഡാഡി കൊടുത്ത ചെരുപ്പ് കാലിലിട്ടു. ഇപ്പോ ജയ് ഗുരുദേവ് എന്ന് പറ. എന്നിട്ട് വേഗം സ്കൂളിലേക്ക് പോയിക്കോ. ജയ് ഗുരുദേവ്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ജിത്തു ആകാശത്തിലേക്ക് പറന്നുയർന്നു. അത് കണ്ട ജനങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. മമ്മി ജിത്തുവിനെ ടാറ്റ കാണിച്ചു പറഞ്ഞു, വൈകുന്നേരം വേഗം വരണം. നിനക്ക് ഉരുളക്കിഴങ്ങും പട്ടാണി ഉപ്പേരി ഉണ്ടാക്കി വെക്കാം. പിന്നെന്താണ് ഉണ്ടായത്? ജിത്തു പറന്ന് 10 മിനിറ്റ് കൊണ്ട് പട്ടണത്തിൽ എത്തി. എന്നിട്ട് സ്കൂളിന്റെ ടെറസിൽ വന്നിറങ്ങി. ജയ് ഗുരുദേവ്, ഇപ്പൊ ക്ലാസ്സിൽ പോയി ഉட்கார்றேன். ജിത്തു ക്ലാസ്സിലേക്ക് പോയി. വൈകുന്നേരവും ജിത്തു സ്കൂളിലെ ടെറസിൽ ചെന്ന് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ജയ് ഗുരുദേവ്. അത്ഭുതം തന്നെ. ജിത്തു ആകാശത്തിലൂടെ പറക്കാൻ ആരംഭിച്ചു. പറന്ന് തന്റെ വീട്ടിലെ ടെറസിലെത്തി. ടെറസിൽ മമ്മി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജിത്തു മമ്മിയെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ ദിവസവും ജിത്തു രാവിലെ പട്ടണത്തിലെ സ്കൂളിലേക്ക് പോകും. അതേപോലെ വൈകുന്നേരം തന്റെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഒരു ദിവസം പട്ടണത്തിൽ ജിത്തു കൂട്ടുകാരോടൊപ്പം അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിന്റെ പുറത്ത് ചെരുപ്പ് അഴിച്ചുവെച്ച് അകത്ത് ചെന്നു. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ചെരുപ്പ് അവിടെയില്ല. ജിത്തുവിന് ശ്വാസം നിലച്ചതുപോലെയായി. போன வாரம் கூட என்னோட செப்பல் இப்படிதான் திருடு போயிடுச்சு. சரி விடு. ജിത്തു ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരംഭിച്ചു. இந்த செப்பல் கிடைக்கிற வரைக்கும் நான் வீட்டுக்கு போக முடியாது. அந்த செப்பல் என்ன வைரமா பதிச்சிருந்தது. வேற செப்பல் வாங்கிக்கப்போ. இல்ல, அதெல்லாம் உனக்கு புரியாது. என்னாலையும் உனக்கு புரிய வைக்க முடியாது. நீங்கெல்லாம் போங்க, என்னால வர முடியாது. കൂട്ടുകാർ പോയി. ജിത്തു കാലിൽ ചെരുപ്പില്ലാതെ അമ്പലത്തിന്റെ പടിക്കെട്ടിലിരുന്ന് കരഞ്ഞു. ജിത്തു അന്ന് മുഴുവനും അവിടെ തന്നെ ഇരുന്നു. വൈകുന്നേരമായി. ജിത്തു കാലിൽ ചെരുപ്പില്ലാതെ ഇരിക്കുന്നത് ഒരു പൂജാരി കണ്ടു. അയ്യോ കടവളേ, ഇനിമേ ഞാൻ എപ്പടിയാ വീട്ടിലേക്ക് പോക മുടിയും? ജിത്തു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പൂജാരി ഒരാളെയും കൊണ്ട് അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ രഘു, ഈ മോന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ദിവസം മുഴുവനും ഇവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക.
പക്ഷെ അത് മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്കറിയാം. എന്ന് നിർത്തും നീ നിന്റെ ഈ മോഷണം. ശരി, ഈ കുട്ടിക്ക് ആ ചെരുപ്പ് തിരിച്ചു കൊടുത്തേക്ക്. കള്ളന്റെ കാലിലെ ചെരുപ്പ് കണ്ടപ്പോൾ ജിത്തു സന്തോഷിച്ചു. ഇന്നാ നിന്റെ ചെരുപ്പ്, 50 രൂപയുടെ ചെരുപ്പ്. ആ സന്യാസി പറഞ്ഞുകൊണ്ടാ. കള്ളൻ ചെരുപ്പഴിച്ച് ജിത്തുവിന് കൊടുത്തു. ജിത്തു സന്തോഷം കൊണ്ട് വീണ്ടും കരഞ്ഞു. അപ്പോൾ പൂജാരി പറഞ്ഞു, മോനെ, ഈ ചെരുപ്പ് പ്രത്യേകതയുള്ളതാണോ? ആമങ്കയ്യ, ரொம்ப മുഖ്യമാണത്. ഇങ്ങനെ പറഞ്ഞ് ജിത്തു ചെരുപ്പ് മാറോടണച്ചു. എന്നിട്ട് സന്തോഷത്തോടെ കണ്ണുനീരൊഴുക്കി. ആലംപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഓരോ വർഷവും ഉത്സവം നടക്കും. അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഋഷികളും സന്യാസിമാരും എല്ലാം വരും. ഗ്രാമത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവരും അവരുടെ ബന്ധുക്കളും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരും. ഗ്രാമത്തിലുള്ളവർ ഉത്സവം അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. ജിതേന്ദ്ര പട്ടണത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. അവനും ഉത്സവത്തിനായി ഗ്രാമത്തിലെത്തും. എന്നിട്ട് അവൻ മമ്മിയുടെയും ഡാഡിയുടെയും അനിയത്തിയുടെയും കൂടെ ഉത്സവത്തിൽ പങ്കെടുക്കും. അപ്പ എനിക്കത് ബാറ്റ് വേണോ? മോനെ, അതിന് നിനക്ക് വേറൊരു ബാറ്റ് ഉണ്ടല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെ? 2 ദിവസത്തേക്ക് വന്നതല്ലേ, അതിനുശേഷം അവൻ പോകും. പിന്നെ ഈ വർഷം മുഴുവനും തിരിച്ചു വരില്ല. അവനോട് ദേഷ്യപ്പെടരുത്. ഡാഡി, എനിക്ക് വള വാങ്ങിത്തരണം. അങ്ങനെയെങ്കിൽ ശരി, നിനക്ക് വളയും അവന് ബാറ്റും. എല്ലാവർക്കും എല്ലാം വാങ്ങിത്തരാം. ജിതേന്ദ്രയുടെ കുടുംബം ഉത്സവം നന്നായി ആഘോഷിച്ചു. അവർ യന്ത്ര ഊഞ്ഞാലിൽ കയറി സവാരി ചെയ്തു. മധുരപലഹാരങ്ങൾ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഒടുവിൽ 2 ദിവസത്തിനു ശേഷം ജിതേന്ദ്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആ ദിവസവും വന്നു. അവൻ പട്ടണത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസം. അവൻ സ്കൂൾ ബാഗ് എടുത്തു. മമ്മിയുടെയും ഡാഡിയുടെയും കാല് തൊട്ട് വന്നിച്ചു. നീ നന്നായി പഠിക്കണം. ഞങ്ങളെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കേണ്ട. മമ്മി ഏങ്ങി ഏങ്ങി കരഞ്ഞു. ജിതേന്ദ്രയും കരഞ്ഞു. അവൻ മമ്മിയെ കെട്ടിപ്പിടിച്ചു. ഡാഡി, ഏട്ടൻ ദിവസവും രാവിലെ പട്ടണത്തിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്നാൽ എത്ര നന്നായിരിക്കുമല്ലേ? മോളെ, ഇവിടുന്ന് സിറ്റിയിലേക്ക് 500 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ഇരുട്ടും. പിന്നെ തിരിച്ചു വരാന്നത് വലിയ ബുദ്ധിമുട്ടാ. അപ്പോൾ അവരുടെ അയൽക്കാരൻ വന്ന് ഡാഡിയോട് പറഞ്ഞു, മിരിജിയേട്ടാ, ചേട്ടൻ അറിയാമോ, ഈ എക്സിബിഷൻ കഴിഞ്ഞാൽ ഉടൻ ഗുരുജി ഹിമാലയത്തിലേക്ക് പോകും. വരൂ, നമുക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാം. ഗുരുജി പോയാ പിന്നെ പറ്റില്ലല്ലോ. ദാ എന്റെ മോനെ ഒന്ന് യാത്ര അയച്ചിട്ട് വരാം. ഒന്ന് വേഗാവട്ടെ. ഗുരുജി പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ജിതേന്ദ്രയോട് മോനെ, പറഞ്ഞു, നിന്നെ കയറ്റിവിടാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. ഡാഡി ജിതേന്ദ്രയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ അയൽക്കാരന്റെ കൂടെ അവിടെ നിന്നും പോയി. ജിതേന്ദ്ര മമ്മിയുടെയും അനിയത്തിയുടെയും കൂടെ ബസ് സ്റ്റാൻഡിലെത്തി. അവൻ ബസ്സിൽ കയറി. ബസ് എടുക്കാൻ താമസമുണ്ടായിരുന്നതുകൊണ്ട് മമ്മിയോടും അനിയത്തിയോടും സംസാരിച്ചു കൊണ്ടിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, ആരോടും വഴക്ക് കൂടരുത്. ഏട്ടാ, അടുത്ത വർഷം വരുമ്പോൾ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവരിക? അത് കേട്ടപ്പോൾ ജിതേന്ദ്രയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. ബസ് പുറപ്പെടാനായി ജിതേന്ദ്ര ഉറക്കെ കരയാൻ തുടങ്ങി. അവൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ ഡാഡി ബസിന്റെ പുറകെ ഓടിക്കൊണ്ടുവരുന്നത് കണ്ടു. അയാളുടെ കയ്യിൽ ഹവായി ചെരുപ്പും ഉണ്ടായിരുന്നു. ജിത്തു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ് പുറപ്പെട്ടു. ഗുരുജി എനിക്ക് 2 ചെരുപ്പുകൾ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മോന് കൊടുക്കാൻ. ഇതിട്ടാ പറന്നു പോകാമത്രേ. പിന്നെ വീട്ടിലേക്ക് പറന്നു വരാൻ സാധിക്കും. ഇനി നീ സിറ്റിയിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല. ജിത്തുവിന് സന്തോഷമായി. അവൻ ഡാഡി കൊടുത്ത ചെരുപ്പ് കാലിലിട്ടു. ഇപ്പോ ജയ് ഗുരുദേവ് എന്ന് പറ. എന്നിട്ട് വേഗം സ്കൂളിലേക്ക് പോയിക്കോ. ജയ് ഗുരുദേവ്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ജിത്തു ആകാശത്തിലേക്ക് പറന്നുയർന്നു. അത് കണ്ട ജനങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. മമ്മി ജിത്തുവിനെ ടാറ്റ കാണിച്ചു പറഞ്ഞു, വൈകുന്നേരം വേഗം വരണം. നിനക്ക് ഉരുളക്കിഴങ്ങും പട്ടാണി ഉപ്പേരി ഉണ്ടാക്കി വെക്കാം. പിന്നെന്താണ് ഉണ്ടായത്? ജിത്തു പറന്ന് 10 മിനിറ്റ് കൊണ്ട് പട്ടണത്തിൽ എത്തി. എന്നിട്ട് സ്കൂളിന്റെ ടെറസിൽ വന്നിറങ്ങി. ജയ് ഗുരുദേവ്. ഇപ്പൊ ക്ലാസ്സിൽ പോയി ഉட்கார்றேன். ജിത്തു ക്ലാസ്സിലേക്ക് പോയി. വൈകുന്നേരവും ജിത്തു സ്കൂളിലെ ടെറസിൽ ചെന്ന് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ജയ് ഗുരുദേവ്. അത്ഭുതം തന്നെ. ജിത്തു ആകാശത്തിലൂടെ പറക്കാൻ ആരംഭിച്ചു. പറന്ന് തന്റെ വീട്ടിലെ ടെറസിലെത്തി. ടെറസിൽ മമ്മി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജിത്തു മമ്മിയെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ ദിവസവും ജിത്തു രാവിലെ പട്ടണത്തിലെ സ്കൂളിലേക്ക് പോകും. അതേപോലെ വൈകുന്നേരം തന്റെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് തിരിച്ചെത്തും. ഒരു ദിവസം പട്ടണത്തിൽ ജിത്തു കൂട്ടുകാരോടൊപ്പം അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിന്റെ പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ച് അകത്ത് ചെന്നു. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ചെരുപ്പ് അവിടെയില്ല. ജിത്തുവിന് ശ്വാസം നിലച്ചതുപോലെയായി. இங்க தானே அவுத்து வச்சேன். என் செப்பல் எங்க காணோம்? திருடு போயிருக்கோம். போன வாரம் கூட என்னோட செப்பல் இப்படிதான் திருடு போயிடுச்சு. சரி விடு. ജിത്തു ഉച്ചത്തിൽ നിലവിളിക്കാൻ ആരംഭിച്ചു. இந்த செப்பல் கிடைக்கிற வரைக்கும் நான் வீட்டுக்கு போக முடியாது. அந்த செப்பல் என்ன வைரமா பதிச்சிருந்தது. வேற செப்பல் வாங்கிக்கப்போ.
இல்ல அதெல்லாம் உனக்கு புரியாது. என்னாலையும் உனக்கு புரிய வைக்க முடியாது. நீங்கெல்லாம் போங்க, என்னால வர முடியாது. കൂട്ടുകാർ പോയി. ജിത്തു കാലിൽ ചെരുപ്പില്ലാതെ അമ്പലത്തിന്റെ പടിക്കെട്ടിലിരുന്ന് കരഞ്ഞു. ജിത്തു അന്ന് മുഴുവനും അവിടെ തന്നെ ഇരുന്നു. വൈകുന്നേരമായി. ജിത്തു കാലിൽ ചെരുപ്പില്ലാതെ ഇരിക്കുന്നത് ഒരു പൂജാരി കണ്ടു. ஐயோ கடவுளே, இனிமே நான் எப்படி என் வீட்டுக்கு போக முடியும்? ജിത്തു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പൂജാരി ഒരാളെയും കൊണ്ട് അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ രഘു, ഈ മോന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ദിവസം മുഴുവനും ഇവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. പക്ഷെ അത് മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്കറിയാം. എന്ന് നിർത്തും നീ നിന്റെ ഈ മോഷണം. ശരി, ഈ കുട്ടിക്ക് ആ ചെരുപ്പ് തിരിച്ചു കൊടുത്തേക്ക്. കള്ളന്റെ കാലിലെ ചെരുപ്പ് കണ്ടപ്പോൾ ജിത്തു സന്തോഷിച്ചു. ഇന്നാ നിന്റെ ചെരുപ്പ്, 50 രൂപയുടെ ചെരുപ്പ്. ആ സന്യാസി പറഞ്ഞുകൊണ്ടാ. കള്ളൻ ചെരുപ്പഴിച്ച് ജിത്തുവിന് കൊടുത്തു. ജിത്തു സന്തോഷം കൊണ്ട് വീണ്ടും കരഞ്ഞു. അപ്പോൾ പൂജാരി പറഞ്ഞു, മോനെ, ഈ ചെരുപ്പ് പ്രത്യേകതയുള്ളതാണോ? ஆமாங்க ஐயா, ரொம்ப முக்கியமானது. ഇങ്ങനെ പറഞ്ഞ് ജിത്തു ചെരുപ്പ് മാറോടണച്ചു. എന്നിട്ട് സന്തോഷത്തോടെ കണ്ണുനീരൊഴുക്കി.